ഒരു ഉല്ലാസകേന്ദ്രം എങ്ങനെയൊക്കെ ആകരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് തിരുവല്ല മുനിസിപ്പൽ പാർക്ക്. കാട് കയറി നശിച്ച പരിസരം, തുരുമ്പെടുത്ത് ദ്രവിച്ച കളിയുപകരണങ്ങൾ, തകർന്ന സംരക്ഷണ മതിൽ എന്നിങ്ങനെ തീർത്തും ഉപയോഗപ്രദമല്ലാത്ത അവസ്ഥയിലാണ് ഈ പാർക്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒഴിവു സമയം ചെലവഴിക്കാൻ അധികമാരും ഇവിടെ എത്താറില്ല. രാത്രികാലങ്ങളിൽ മദ്യപ സംഘങ്ങളുടെ കേന്ദ്രമായി മുനിസിപ്പൽ പാർക്ക് മാറിയതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. 1995 ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും തിരുവല്ല നഗരസഭയും ചേർന്ന് പാർക്ക് നിർമ്മിച്ചത്. പിന്നീട് സമീപത്ത് നഗരസഭ നിർമ്മിക്കുന്ന നീന്തൽക്കുളത്തിനായി പാർക്കിൻ്റെ കുറേ സ്ഥലം ഏറ്റെടുത്തു. ഇതും നഗരത്തിലെ പ്രധാന ഉല്ലാസകേന്ദ്രമായ പാർക്കിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. പാർക്കിൻ്റെ വികസനം സംബന്ധിച്ച് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തുവെങ്കിലും ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതായി തിരുവല്ല നഗരസഭാ പ്രതിപക്ഷാംഗം ഷാജി തിരുവല്ല പറഞ്ഞു. ഇവിടുത്തെ പാർക്ക് അവിടെ നീന്തൽക്കുളത്തിൻ്റെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ അവസ്ഥ വളരെ ദയനീയ സ്ഥിതിയിലേക്ക് പോയത്. പാർക്കിൻ്റെ ഒരു നല്ല ഭാഗവും ഇപ്പോൾ നീന്തൽക്കുളത്തിന് വേണ്ടി കെട്ടിയടച്ച് മാറ്റിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. നിലവിലുള്ള പാർക്ക് ജനങ്ങൾക്ക് കയറിയിരിക്കാനോ അതിനകത്ത് കടന്നു ചെല്ലാവുന്ന ഒരവസ്ഥയിലല്ല നിലനിൽക്കുക. ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ വാർഡ് കൗൺസിലർ ആ കാര്യത്തിൽ വളരെയധികം താല്പര്യപ്പെട്ട് പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം പാർക്കിൻ്റെ ദുരവസ്ഥ പരിഹരിക്കുവാൻ ഉടൻ നടപടി ഉണ്ടാകുമെന്നും ഇത് സംബന്ധിച്ച് ടെൻഡർ വിളിച്ചതായും പാർക്ക് സ്ഥിതി ചെയ്യുന്ന വാർഡിൻ്റെ പ്രതിനിധിയും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ ഏലിയാമ്മ ജോൺ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.